ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ആളുകൾ അവരെല്ലാവരോടും പൊരുത്തപ്പെടിച്ച് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പ് നടത്തൽ ആവശ്യമാണ്. വിശാലമായി ഹജ്ജിന്റെ ക്ലാസ് എടുക്കാൻ മണിക്കൂറുകൾ സമയം വേണം. അതുപോലെ വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും അതിന്റെ പോരിശകളെ കുറിച്ച് പറയുകയാണെങ്കിലും അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെയും അതിന് മണിക്കൂറുകൾ സമയം വേണം. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ വിശാലമായ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് നമ്മുടെ മുന്നിൽ സമയവും പരിമിതമാണ്. എന്നിരുന്നാലും കുറഞ്ഞ വർഷത്തെ ഒരു പരിചയം വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവരോട് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളായി ഈ മഹത്തായ നമ്മുടെ ഈ ക്ലാസ്സിനെ കണ്ടാൽ മതി. പ്രധാനമായും മൻ ഹജ്ജലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ്, അയാൾ എന്ത് ചെയ്തില്ല, വലം യഫ്സുഖ്, അയാള് പാപങ്ങളൊന്നും കലരാതെ, ആരെയും ചീത്ത പറയാതെ, ആരെയും ആക്ഷേപിക്കാതെ, തർക്കവിതർക്കങ്ങളിലേക്ക് അള്ളാഹുവിന് വേണ്ടി പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് അങ്ങനെ ഒരാൾ ഒരു ഹജ്ജ് ചെയ്താൽ റജഅ കയൗമ വലദതുഹു ഉമ്മുഹു, അയാള് ഒരു ഉമ്മ പ്രസവിച്ചപ്പോ മക്കളെ പോലെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉമ്മ പ്രസവിച്ച ഒരു കുട്ടി, ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? മാഷാ അല്ലാഹ്, ആ കുട്ടിക്ക് യാതൊരു ദോഷമില്ല, പാപമില്ല, കുറ്റങ്ങളില്ല, ഒന്നുമില്ല. എന്നതുപോലെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് ഗീബത്താണെങ്കിലും നമീമത്താണെങ്കിൽ പോലും എന്ന് മഹാന്മാര് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല ഹജ്ജായിരിക്കണം നമ്മുടെ ഹജ്ജ് എന്ന് യാത്രക്ക് ഒരുങ്ങുമ്പോൾ തന്നെ എല്ലാവരും മനസ്സുകൊണ്ട് കരുതണം. വളരെ പ്രധാനമായും ഹജ്ജിന് പോകുന്നവരോട് പറയാനുള്ളത്, ഹജ്ജിന് പോകുന്ന എല്ലാ ഹാജിമാരും ഹജ്ജുമ്മമാരും എല്ലാവരും അവരുടെ സ്വന്തം ശരീരത്തെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. ഒന്ന് പുതിയ ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഒരു മൊബൈല് അത് മോശമായാൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ വടക്കായാൽ, കേടായാൽ, ആ മൊബൈലിനെ ഫോർമാറ്റ് ചെയ്യും. അതിലുള്ള എല്ലാ വടക്കത്തരവും എല്ലാ മോശത്തരങ്ങളും എല്ലാം എടുത്തു മാറ്റിയിട്ട് അതിനെ ഒരു നല്ല, ആദ്യം എങ്ങനെയാണോ ആ ഫോൺ ഉണ്ടായത് അതുപോലെ ആ ഫോണിനെ ആക്കി മാറ്റും. അപ്പൊ ഒരു ഉമ്മ വെറ്റ മക്കളെ പോലെ നമ്മളെ ആക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ വടക്കത്തരങ്ങളെയും എല്ലാ മോശത്തരങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരു പരിപൂർണമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൽബ് നന്നാക്കുക എന്നത്, ഹൃദയം നന്നാക്കുക എന്നത്. നല്ല ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹജ്ജിന് പോയാൽ മതി എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നല്ല കഷ്ടപ്പാടിന്റെ അങ്ങേ അറ്റമാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ വലിയ ത്യാഗമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അതിനെ മൊഞ്ചാക്കി പറയേണ്ട ആവശ്യമില്ല. വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു അമലാണ് ഹജ്ജ് എന്ന് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ ആദ്യമായി നമ്മൾ കരുതണം. ഇതൊരു നിസ്സാരമായ ഒരു അമലല്ല. ഇത് ഒരു പഴമെടുത്തിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വായയിൽ ഇടും പോലെ വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലേ അല്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളതാണ്, ഹജ്ജ് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു അമലാണ് ഹജ്ജ്. നല്ല കഷ്ടപ്പാട്.
അങ്ങേയറ്റത്തെ കഷ്ടപ്പാട്. ആ കഷ്ടപ്പാടിന്റെ ഇടയിൽ നമ്മുടെ നാവുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വലിയ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. ഹജ്ജിന് വന്നിട്ട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നവർ, പരസ്പരം അടിക്കുന്നവർ, സംസാരം കൊണ്ട് ചീത്ത വിളിക്കുന്നവർ, ഏതൊക്കെ രൂപത്തിലുള്ള ആളുകൾ. കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറയാം. എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. മിനായിലേക്ക് പോവുകയാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മിനയിലേക്ക് പോവുക. മിനയിലെ 3 ദിവസത്തെ രാപ്പാർക്കലുണ്ട്. അതുപോലെ അറഫയിലേക്ക് പോകുന്നതിന് മുമ്പ് മിനയിൽ വന്ന് താമസിച്ചിട്ട് അങ്ങനെ മിനയിൽ നിന്നാണ് അറഫയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു 4 ദിവസം 5 ദിവസം മിനയിൽ താമസിക്കാനുണ്ടാകും. വളരെ കഷ്ടപ്പാടാണ്. ഒരു ഖബറിൽ കിടക്കും പോലെയാണ് അവിടെ കിടക്കേണ്ടത്. അത്രയും കഷ്ടപ്പാടുള്ള ഒരു ജീവിതമാണ്. നല്ല ശക്തമായ ചൂട്. സ്വാഭാവികമായും നമുക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചു തരുന്ന ടെന്റുകൾ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ നമുക്ക് കഴിയില്ല. ഗവൺമെന്റ് എന്താണോ ടെന്റ് തരുന്നത് ആ ടെന്റിൽ പോയി കിടക്കണം. കഴിഞ്ഞ വർഷം എന്തുണ്ടായി? എല്ലാവർക്കും കഴിഞ്ഞ വർഷം മിനയിലല്ല കിട്ടിയത്, ന്യൂ മിനയിലാണ്. അഥവാ മിനയുടെ അതിർത്തിയുടെ അപ്പുറത്ത്. ഗവൺമെന്റുകാരുടെ വിഷയമല്ല, പ്രൈവറ്റായി ഹജ്ജിന് പോയ ആളുകൾ, അവർക്കൊരുപാട് സമയം ബസ്സുകളെ കാത്തു നിൽക്കേണ്ടി വന്നു. മണിക്കൂറുകളോളം അവര് വെയിലത്ത് നിൽക്കേണ്ടി വന്നു. അവസാനം ടെന്റ് കിട്ടി നോക്കുമ്പോ അത് പാകിസ്ഥാനികളും അതുപോലെ തന്നെ മലേഷ്യക്കാരും മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന ടെന്റുകളിൽ പോയിട്ടാണ് നമ്മളും കഴിയേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ അവിടെ ചിലപ്പോ നമ്മളോട് ദേഷ്യം പിടിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാകും, ചൂടാകുന്ന ആളുകൾ ഉണ്ടാകും. നമ്മള് ഈ യാത്ര സംഘടിപ്പിച്ച യാത്രയുടെ സംഘാടകരോട് ചൂടാകും. ഇങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാകും. ആർക്കും അത് സ്വന്തമായി നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ടെന്റതാണ്. അവിടെ താമസിക്കല്ലാതെ ഈ ടൂർ ഓപ്പറേറ്റർമാരെ പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഇത് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളരെയധികം കഷ്ടപ്പാട് അവസാനം നമ്മുടെ കൺമുന്നിൽ കണ്ടു. അതെ, ഒരു ടെന്റിൽ 2 നാട്ടുകാരായ ആളുകൾ. അപ്പൊ അവര് പറഞ്ഞു നമ്മളുടേതാണ്, കേരളക്കാരായ കുറച്ചാൾ നമ്മുടേതാണ്. അവസാനം ആ മിനയിൽ വെച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ അവർ പരസ്പരം തല്ലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്ന സാഹചര്യമുണ്ടായി. കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. ഹജ്ജിന് വേണ്ടി വന്നിട്ട് ഒരു ടെന്റിന്റെ വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായല്ലോ റബ്ബേ എന്ന് വിചാരിച്ച് മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അതുകൊണ്ട് എല്ലാ ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ത്യാഗമാണ്. നന്നായി നടക്കാനുണ്ടാകും, നന്നായി വെയിലത്ത് നടക്കാനുണ്ടാകും. കഴിഞ്ഞ വർഷം ന്യൂ മിനയിൽ താമസിച്ചവരെന്ത് ചെയ്തു? മിനയിൽ രാപ്പാർക്കണ്ടേ? മിനയിൽ രാപ്പാർക്കണമെങ്കിൽ മിനയിൽ തന്നെ ആവണ്ടേ? മിനന്റെ പുറത്തായാൽ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ അവരെ മിനയുടെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ജംറയിലേക്ക്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പോകും. അങ്ങനെ മിനയിൽ രാപ്പാർക്കുക എന്നുള്ള ആ രാത്രിയുടെ പകുതി സമയം വിട്ടുകടന്നുകൊണ്ടുള്ള ആ ഒരു കർമ്മത്തിന് വേണ്ടി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മിനയിലൂടെ ഇങ്ങനെ നടക്കും. നടന്നിട്ട് കല്ലിന്റെ ഏറുകൾക്ക് കഴിഞ്ഞ് പിന്നീട് മിനയിൽ താമസിച്ച് മെല്ലെ മെല്ലെ സമാധാനം 12 മണി 1 മണിയാകുമ്പോഴേക്ക് ന്യൂ മിനയിലേക്ക് എത്തും. അപ്പൊ ഏകദേശം ആ പകുതി സമയം വിട്ടുകിടന്നു മിനയിൽ രാപ്പാർത്തു എന്ന ആ ഹജ്ജിന്റെ കർമ്മം ലഭിച്ചവരായി. അപ്പൊ ഇങ്ങനെ ഒരു ത്യാഗം സഹിക്കേണ്ടി വന്നു. ഇതൊക്കെ ഹജ്ജിന്റെ ഭാഗമാണ്. അല്ലൊന്നും ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയാൻ, പൂർണ്ണമായി ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ?
ഹജ്ജിന് പോകുന്ന കാര്യം അങ്ങോട്ട് മാറ്റിവെച്ചാളാ. ഹജ്ജിന് പോകേണ്ടതില്ല. അങ്ങനെ ക്ഷമിക്കാനും അങ്ങനെ പ്രയാസങ്ങൾ സഹിക്കാനും ഒന്നും കഴിയാത്ത ആളുകൾക്ക് പറഞ്ഞതല്ല ഹജ്ജ്. ഹജ്ജ് പൂർണ്ണമായ ത്യാഗമാണ്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലിൽ നമ്മൾ സഹിക്കേണ്ടുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വലിയ പ്രതിഫലം അള്ളാഹു നൽകിയത്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ അറഫാ ദിനം എന്ന് പറയുന്ന പുണ്യമേറിയ ആ പവിത്രമായ അറഫയിലേക്ക് നമുക്കൊരു യാത്രയുണ്ട്. അത് ത്യാഗത്തിന്റെ യാത്രയാണ്. കഴിഞ്ഞ വർഷം ഒരു ഭാഗത്ത് വഴികൾ അടച്ചു, വേറൊരു ഭാഗത്ത് വഴികൾ അടച്ചു. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആകെ നമുക്ക് മിനയിൽ നിന്ന് അറഫയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 5-6 കിലോമീറ്റർ ആണ്. ഒരുപക്ഷെ 8 കിലോമീറ്റർ ഉണ്ടാകും. കൂടിയാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഓടിയെത്താവുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ എത്തിയത് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. ജല്ല ജലാലായ തമ്പുരാനെ, എത്രയാ മണിക്കൂറുകൾ നമ്മൾ ബസ്സിൽ താമസിച്ചത്. ഏകദേശം വൈകുന്നേരം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈകുന്നേരം 4 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ ആറ്റം നമ്മള് ബസ്സിൽ കയറിയിട്ട് നമ്മൾ എപ്പോഴാണ് അറഫയിലെത്തുന്നതെന്ന് അറിയുമോ? ഏകദേശം രാവിലെ ഒരു 9 മണിയാകുമ്പോഴാണ് നമ്മൾ അറഫയിലെത്തിയത്. എന്തായിരിക്കും രാത്രി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ആ സമയത്ത് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ബസ് ഒരു ഭാഗത്തൂടെ പോകുന്നു, അവിടെ അടച്ചു, പിന്നെയും വരുന്നു, മടങ്ങി വരുന്നു, അവിടെ തന്നെ എത്തുന്നു. ഇങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് അവസാനം ബസ്സിലുള്ള കുറെ എങ്ങനെയൊക്കെ ആടി ഇരുന്ന് ഉറങ്ങി, കുറെ ആള് നിന്നിട്ടുറങ്ങി, കുറെ ആള് നടന്നിട്ടുറങ്ങി. അങ്ങനെ എത്തി അവസാനം അറഫയിലെത്തുമ്പോഴേക്കും രാവിലെ 9 മണി. അതിന്റെ ഇടയിൽ സുബഹി നിസ്കാരം എങ്ങനെയോ ഒന്ന് നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. ഇത് ഹജ്ജിന്റെ ത്യാഗങ്ങളിൽ പെട്ടതാണ്. 25 ലക്ഷം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്. അതിനു വേണ്ടിയുള്ള ഓട്ടമാണ്, അതിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ്, അതിനു വേണ്ടിയുള്ള യാത്രകളാണ്. ഈ യാത്രയിൽ ഒരു ഭാഗത്ത് ശക്തമായ ചൂട്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മൾ അല്ലാഹുവിൽ പൂർണ്ണമായി ക്ഷമിച്ച്, ഒരാളെപ്പോലും കുറ്റം പറയാതെ, ഒരാളോടും ദേഷ്യം പിടിക്കാതെ, ഒരാളെയും ചീത്ത വിളിക്കാതെ, വളരെ മാന്യമായി റബ്ബ് എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു അമലിനുള്ള കൂലി കിട്ടാനുള്ള ക്ഷമയുടെ ഏറ്റവും വലിയ ഉന്നതിയിൽ ഞാൻ എത്തേണ്ട ഘട്ടമാണ് എന്ന് ചിന്തിച്ച് അങ്ങേയറ്റത്തെ ക്ഷമ അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടായിരിക്കണം ഹജ്ജ് എന്ന് പറയുന്ന യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. അങ്ങനെയായിരിക്കണം ഹജ്ജിന് പോകേണ്ടത്. പിന്നെ അറഫയിലെത്തിയാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ. ഞാൻ എല്ലാത്തിലേക്ക് ഇങ്ങനെ പോകുന്നില്ല, എനിക്കതിനിപ്പോ സമയമില്ല. ഒരു കാരണവശാലും അതിന്റെ എല്ലാ മേഖലകളിലേക്ക് കടക്കാൻ കഴിയില്ല. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടണം. ഒരു പക്ഷേ നിങ്ങൾ ഇഹ്റാം കെട്ടുന്നത് മക്കയിൽ വെച്ചുകൊണ്ടായിരിക്കും. മക്കയിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ നിങ്ങൾക്ക് ഫിദിയ കൊടുക്കണം. അതാണ് ഒരു ബലിമൃഗത്തെ അറുക്കുക എന്നുള്ളത്. ആ ബലിമൃഗത്തെ നിങ്ങൾ അറുക്കുമ്പോൾ അതിന്റെ എല്ലാ ഷർത്തും അതിന്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായി പാലിച്ചിട്ട് അതിനെ അറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വേറൊരാൾ അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും അതൊക്കെയും വ്യക്തമായും കൃത്യമായും അത് ശരിയായ രൂപത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ട് മാത്രമേ വേറൊരാളെയും അതിന്റെ അറിവ് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പാടുള്ളൂ. അതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പലർക്കും അതിൽ വലിയ അപാകതകൾ സംഭവിക്കാറുണ്ട്. അതേ സമയത്ത് പരിശുദ്ധമായ ഹജ്ജിനെ ഇഹ്റാം കെട്ടുന്ന മീഖാത്തുകളിൽ നിന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടി വരുന്ന ആളുകൾക്ക് ഫിദിയ കൊടുക്കേണ്ടതില്ല. അവർക്ക് അറവിന്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഹജ്ജിന്റെ മീഖാത്തിൽ പോയി ഹജ്ജിന്റെ ഇഹ്റാം കെട്ടി വരാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം, അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം അക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധമായ മക്കയിലേക്ക് വന്നാൽ ഖുദൂമിന്റെ തവാഫുണ്ട്. ആ തവാഫ് വളരെ ഭംഗിയോടുകൂടെ
ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അത് വളരെ കൃത്യതയോടെ നിർവഹിക്കണം. അതുപോലെ തന്നെ ഹജ്ജിന്റെ സഅയുണ്ട്. ആ സഅയ് അതിന്റെ കൃത്യമായ അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ ഹജ്ജിന്റെ ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തവാഫുണ്ട്. ആ തവാഫും അതിന്റെ കൃത്യതയോടുകൂടെ ചെയ്യണം. ഇതൊക്കെ ഞാനതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. അതുപോലെ ശരീരത്തിൽ നിന്ന് മുടി നീക്കുക എന്നുള്ളത്, അതും കൃത്യമായി അതിന്റെ ഭംഗിയോടുകൂടെ അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് സ്ത്രീകള് എല്ലാവരുടെ മുന്നിൽ നിന്നും കാണുന്ന രൂപത്തിൽ നിന്നും മുറിക്കുകയല്ല വേണ്ടത്. അതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് അത് നീക്കാൻ പറ്റുന്ന സൗകര്യപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് ആരും കാണാത്ത രൂപത്തിൽ അതൊക്കെ ചെയ്യേണ്ട വിഷയങ്ങളാണ്. മുടി മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. ഇതൊക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏത് കാലഘട്ടത്തിലായാലും സ്ത്രീകളുടെ മുടികൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ ഔറത്താണ്. അതൊരു കാരണവശാലും നമ്മുടെ മുടികൾ വേറൊരാൾ കാണാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പറയട്ടെ, അങ്ങനെ നമ്മള് മിനയിലേക്ക് പോയി മിനയിലെ താമസങ്ങളും അതിലെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കാണണം. അവിടെ നിന്ന് നമ്മൾ അറഫയിലേക്ക് പോവുകയാണ്. അറഫയിൽ പോയാൽ നമ്മൾ അറഫയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഭൂരിഭാഗം ആളുകളും അറഫയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയുന്നില്ല. കുറെ സ്ത്രീകൾ ഒന്നിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരോട് പ്രത്യേകം പറയാം, നിങ്ങൾ അറഫയിൽ എത്തിയാൽ എന്താ ചെയ്യേണ്ടത്? വേറെ ആരെയും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ വേറെ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ടെന്റുകൾ കണ്ടെത്തിയാൽ പിന്നെ നിങ്ങൾ അവിടെ അറഫയിലെത്തിയാൽ നിങ്ങൾ ഏകദേശം ഒരു 10-11 മണി വരെ നിങ്ങൾ നന്നായി കിടന്നുറങ്ങണം. നല്ല കിടന്നുറങ്ങണം. ഞാൻ എല്ലാവരോടും പറയാൻ, നിങ്ങൾ അവിടെ ഇബാദത്ത് ചെയ്യാൻ നിൽക്കരുത്. ഖുർആൻ ഓതാനോ ദിക്ർ ചൊല്ലാനോ നിൽക്കരുത്. നിങ്ങൾ ഉറങ്ങാൻ പറ്റിയൊരു സമയമാണത്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് അറഫയുടെ സമയം ആരംഭിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് ശേഷം അറഫയുടെ സമയം ആരംഭിച്ചാൽ പിന്നീട് മഗ്രിബ് വരെയുള്ള സമയമാണ് പ്രധാനപ്പെട്ട സമയം. ഈ സമയത്ത് നമുക്ക് ഇബാദത്ത് ചെയ്ത് നല്ല ഉഷാറാവണമെങ്കിൽ ഈ രാവിലെ നമ്മളൊന്ന് കിടന്നുറങ്ങണം. ഇത് അപ്പൊ ഉറങ്ങൂല. അപ്പൊ നമ്മൾ അറഫയിൽ എത്തിയതല്ലേ എന്ന് വിചാരിച്ച് കുറെ പെണ്ണുമാര് കുറെ സ്ത്രീകള് അപ്പൊ ഇങ്ങനെ ദിക്ർ ചൊല്ലി ഇങ്ങനെ കുത്തിയിരിക്കും സമയമായി എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അവർ വിചാരിച്ച് ഈ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉറങ്ങിയാൽ എല്ലാം പൊളിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യും. രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. ളുഹറിന്റെ സമയം ആരംഭിക്കുമ്പോൾ ഇവർ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? തൂങ്ങാണ്. ഈ രാത്രിയും ക്ഷീണിച്ച യാത്രകളും അതുപോലെ തന്നെ പകൽ ഉറങ്ങാത്തതും കാരണം ഇവർ ഉച്ചയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട സമയം ഉറങ്ങി തീർക്കുകയാണ്. ജല്ല ജലാലായ തമ്പുരാനെ, എന്റെ കണ്ണുകൊണ്ട് എത്ര ആളുകളാ അറഫയിൽ എന്തിനാണ് ഇവർ വന്നതെന്ന് ചിന്തിച്ചു പോകും. അറഫയിൽ നിന്നാ മതി. അറഫയിൽ നിന്നാൽ തന്നെ അറഫ് കിട്ടും. അതിൽ യാതൊരു കുഴപ്പമില്ലട്ടോ. അറഫയിൽ നിന്നാൽ തന്നെ അറഫ കിട്ടും. പക്ഷെ അറഫയുടെ ആ പ്രധാനപ്പെട്ട സമയത്ത് നമുക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്ന സമയത്ത് ചോദിക്കാനില്ലേ? ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലാനില്ലേ? തൗബ ചെയ്യാനില്ലേ? അള്ളാഹിനോട് പാപമോചനത്തെ തേടാനില്ലേ? കുടുംബത്തിന് വേണ്ടി ദ്വാരക്കാനില്ലേ? എന്തൊക്കെ അമലുകൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. ഈ അമലുകൾ ചെയ്യേണ്ട സമയത്ത് ഇവർ ഉറങ്ങുകയാണ്. നല്ല ഉറക്ക്, തൂങ്ങി ഉറങ്ങുക. ദിക്ർ ചൊല്ലാൻ വേണ്ടിയാ ഇരിക്കണേ, പക്ഷെ കഴിയില്ല. കാരണം ക്ഷീണം കൊണ്ട് നമ്മളിങ്ങനെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ തൂങ്ങി കളിക്ക. എന്താ ചെയ്യാ? ഇങ്ങനെയായ എന്താ ചെയ്യാ? അതുകൊണ്ട് ഞാൻ പറയാണ്, അറഫയിൽ എത്തിയാൽ, രാത്രി നിങ്ങൾ എത്തിയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 10 മണി വരെ നിങ്ങളൊന്ന് ഉറങ്ങിക്കോ. ആരോടും മിണ്ടണ്ട. ഒരു മൂലയിൽ നിങ്ങൾക്ക് കിട്ടിയ ചെറിയ സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് നന്നായി അങ്ങോട്ട് ഉറങ്ങുക. നല്ല തണുപ്പുണ്ടാവും. ആ തണുപ്പ് നല്ല AC വെച്ച ടെന്റുകളാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാവും. അപ്പൊ അവിടെ നന്നായി കിടന്നുറങ്ങുക. ഉറങ്ങി അങ്ങോട്ട് 10 മണിക്ക് എഴുന്നേൽക്കണം. എന്നിട്ട് പോയിട്ട് നന്നായി ഒന്ന് കുളിക്കുക, നല്ല ഒളുവെടുക്കുക. ളുഹറാകുമ്പോഴേക്ക് തയ്യാറായി നിൽക്കുക. ളുഹർ നിസ്കരിച്ച ഉടനെ പിന്നെ നിങ്ങൾ ആരും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പിന്നെ അവിടെ നിങ്ങൾ ഫാത്തിഹ, മുത്തു റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുക. ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അങ്ങനെ അസുറിന്റെ സമയം വരെ നിങ്ങൾ ദിക്റുകളിലൊക്കെ ഏർപ്പെട്ടിട്ട്
അറഫായിലെ പ്രധാനപ്പെട്ട സമയത്ത് നിങ്ങൾ അള്ളാഹിനോട് നന്നായി ദുആർക്ക്. ഒരു വല്ലാത്തൊരു സമയമാണത്, ഒരു വല്ലാത്തൊരു ആനന്ദത്തിന്റെ സമയമാണത്, ഒരു വല്ലാത്തൊരു ലദ്ദത്തിന്റെ സമയമാണത്, ഒരു വല്ലാത്തൊരു കുളിർമയുടെ സമയമാണത്. ഏതൊരാളുടെയും കുളിർമയുടെ സമയമാണത്. ഏതൊരാളുടെയും ഹൃദയം പൊട്ടിപ്പോകുന്ന സമയമാണത്. ഒരു തുള്ളി കണ്ണുനീർ വരണം. അള്ളാന്റെ മുന്നിൽ പൊട്ടിക്കരയണം. അള്ളാഹിനോട് ഖേദിച്ച് മടങ്ങണം. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, അതേ അറഫയിൽ ഒരുമിച്ച് കൂടിയ ഒരാള് ആ സമയത്ത് ചിന്തിക്കാണ്, എന്റെ പാപങ്ങൾ ആ സമയത്ത് ചിന്തിക്കാണ്, എന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയില്ല എന്ന് ഒരാൾ ചിന്തിച്ചാൽ അവനാണ് ആ ദിവസത്തിലെ ഏറ്റവും മോശക്കാരൻ. എങ്ങനെ? അറഫയിലെ ഏറ്റവും മോശക്കാരൻ ആരാ? കള്ളു കുടിച്ചവനാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത ആളാണോ? അല്ല. അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ തെറ്റുകാരൻ, എന്റെ പാപം അള്ളാഹു പുറത്തു തരൂല എന്ന് ഒരാൾ വിചാരിച്ചാൽ അയാളാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ, മോശക്കാരൻ അറഫാ ദിവസത്തിൽ. അപ്പൊ അള്ളാഹു അത്രമാത്രം പുറത്തു തരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും, ഗീബത്ത്, നമീമത്ത്, ഫസാദ്, ഖൽബിന്റെ മോശത്തരങ്ങള്, അതുപോലെ കളവ് പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, അന്യ പെണ്ണിനെ നോക്കിയത്, പുരുഷനെ നോക്കിയത്, കണ്ടത്, കേട്ടത്, എല്ലാ ഹറാമുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്ന ഏറ്റവും പവിത്രമായ സമയമാണ്. ആ സമയത്ത് അള്ളാന്റെ മുന്നിൽ പൊട്ടി കരയണം. നമ്മളിങ്ങനെ നോക്കിയാൽ അപ്പുറത്ത് കാണാ കുറെ ആളിങ്ങനെ നിന്ന് കരയുന്നു. വേറെ ഭാഗത്ത് കുറെ വയസ്സായ ഉമ്മമാരിങ്ങനെ കരയുന്നത് കാണാം. വേറെ ഭാഗത്ത് കുറെ പല നാടുകളിൽ വന്നവര് മരത്തിന്റെ അടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നത് കാണാം. വെയിലത്ത് നിന്നിട്ട് കരയുന്നത് കാണാം. നമ്മൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങള് ആ സമയം നന്നായി ഉപയോഗപ്പെടുത്തണം. അതിന് മുമ്പ് നിങ്ങൾ ഒരുങ്ങണം. ഉറങ്ങുന്നത് എന്തിനാ? ഉറങ്ങുന്നത് ഇബാദത്തിന് വേണ്ടി തയ്യാറാവാനാണ്. ഉറങ്ങിയാലേ ഒരു ഉന്മേഷം ഉണ്ടാവും. നന്നായി ഉറങ്ങുക. അവിടെ നിങ്ങൾ അതിനൊന്നും നിൽക്കരുത്. ഉറങ്ങൽ വലിയ ഇബാദത്താണ്. അവിടെ ഉറങ്ങി 10 മണി 10:30 മണിയാകുമ്പോൾ 10 മണിക്ക് തന്നെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാല് നല്ല ക്യൂ ഉണ്ടാവും. ഈ അറഫയില്, ബാത്റൂമില്, കുളിക്കുന്നിടത്ത്, ഒതുവെടുക്കുന്നിടത്ത് ഒക്കെ തിരക്കുണ്ടാവും. ഇപ്പൊ നല്ല സമാധാനം. നിങ്ങള് മുഹരിമീങ്ങളാണെന്ന ഓർമ്മ വേണം. കയ്യും കാലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുക, മുടിയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നടക്കുക. ജല്ല ജലാലായ തമ്പുരാനെ, മുഹരിമീങ്ങളല്ലേ? ഇഹ്റാമിലാ ഉള്ളത്. ഇഹ്റാമിൽ എന്താണ്? മുഖവും മുങ്കയും ഒഴിച്ചിട്ട് വേറെ ഒന്നും കാണാൻ പാടില്ല. കാലിൽ സോക്സ് ധരിക്കണം. ബാത്റൂമിൽ പോയിട്ട് 2, 3, 5, 6 സോക്സ് എക്സ്ട്രാ കരുതിക്കോ. അഥവാ അതിൽ വെള്ളക്കായി പോയി, നജസ്സക്കായി പോയി എന്ന് കരുതിയാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ സോക്സ് ധരിക്കാൻ വേണ്ടി ഒരു 10-15 സോക്സ് കയ്യിൽ കരുതിക്കോ. എന്നാലും കുഴപ്പമില്ല, നജസായ സോക്സ് എറിഞ്ഞിട്ടാ മതി. അത് കഴുകാൻ പറ്റുമെങ്കിൽ കഴുകിയെടുത്തോ. അല്ലെങ്കിൽ ഞാൻ പറയാണ്, അറഫയിലെത്തിയിട്ട് ഒരു കഥയില്ല, ഒരു മുഹരിമാണെന്നുള്ള ഒരു ബോധവും സ്ത്രീകൾക്കില്ല. ഉള്ളത് പോലെ പറയണല്ലോ. ഞാൻ നിങ്ങളെ അമല് നന്നാവാൻ വേണ്ടി പറയാം. അവിടെ മുടി കാണിച്ചിട്ട് കാല് മറക്കാതെ ഇങ്ങനെ തേരാ പാരാ നടക്കുക. ജല്ല ജലാലായ തമ്പുരാനെ, ഇഹ്റാമിലല്ലേ? മുഹരിമീങ്ങളുടെ കാല് കാണാൻ പറ്റുമോ? മുടി കാണാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആ രൂപ പാരാ നടക്കുക. ജല്ല ജലാലായ തമ്പുരാനെ, ഇഹ്റാമിലല്ലേ? മുഹരിമീങ്ങളുടെ കാല് കാണാൻ പറ്റുമോ? മുടി കാണാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആ രൂപത്തിൽ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി മറച്ചിരിക്കണം. മുഖവും മുങ്കഴിച്ച് വേറൊന്നും കാണാൻ പാടില്ല. ഒളുവെടുക്കുന്നത് ആണുങ്ങളെ കാണാത്ത രൂപത്തിൽ ഒളുവെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് യാതൊരു ഇതുമില്ലാതെ ലജ്ജയില്ലാണ്ട് അറഫയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. നമ്മളെ ഇബാദത്തിന്റെ കാര്യം സൂക്ഷിക്കാന്നല്ലാതെ
വേറൊരാളെ അമലുകളും നമുക്ക് എടുത്തു പറയാനോ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ പറയാനോ നമുക്കപ്പോൾ കഴിയില്ല. നമ്മളെ കാര്യം തന്നെ അവിടെ കഷ്ടമാണ്. പിന്നെ വേറെ ആളെ നോക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം നീണ്ടുപോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോ ശക്തമായ ചൂടായിരിക്കും, ശക്തമായ ചൂടായിരിക്കും. അതുകൊണ്ട് നല്ല ഡബിൾ കട്ടിയുള്ള നല്ല വെയിലിന്റെ പ്രകാശം താഴേക്ക് അടിക്കാത്ത രൂപത്തിലുള്ള ഒരു കൊട നിർബന്ധമായും ഹജ്ജിന് പോകുന്നവർ കയ്യിൽ കരുതിയിരിക്കണം. സാധാ കൊട പറ്റൂല, അവിടുന്ന് കിട്ടുന്ന കൊടയും അന്നും പറ്റൂല. അതൊക്കെ വെയിലിന്റെ കാഠിന്യം അടിയിലേക്ക് അറിയിക്കുന്ന കൊടകളാണ്. വെറുതെ പേരാണ് കൊടാന്ന്, ഒരു കാര്യമില്ല. അത് ഉപയോഗിച്ചത് ഉപയോഗിക്കാത്ത കണക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നാട്ടിൽ നിന്ന് പോകുമ്പോ തന്നെ നല്ല കട്ടിയുള്ള ഒരു കൊട അത് നിങ്ങൾ നിർബന്ധമായും കയ്യിൽ പിടിക്കണം. ഒന്നോ രണ്ടോ കൊട ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യാലോ, വലിയ കൂലിയുള്ള കാര്യല്ലേ. ഇത് കുറെ സാധനം ഇങ്ങനെ എടുത്തിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. കുറെ അരി, കുറെ അവല്, അത്യാവശ്യം മാത്രം എടുത്ത് അടക്ക്, ബാക്കിയെല്ലാം അവിടെ കിട്ടും. ആവശ്യമൊക്കെ അവിടെ കിട്ടും. അറഫയിലും മിനയിലൊക്കെ നല്ല ഫുഡ് കിട്ടും. ഒരു കുഴപ്പമില്ല, ഒരു കുറവുണ്ടാവൂല. ഇത് കുറെ സാധനം എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുപോയിക്കോ. ഒരു 2-3 കൊടയൊക്കെ കയ്യിൽ പിടിച്ചോ. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ. ഈ കണ്ണടൊക്കെ ഉപയോഗിക്കുന്ന ആള് 2-3 കണ്ണട കൊണ്ടുപോകണം. ഇനി അഥവാ ഉപയോഗിക്കാൻ ഒന്ന് നഷ്ടപ്പെട്ടാലും ബേജാറാകണ്ട. ഇത് അറഫന ദിവസം ഉസ്താദ് എന്റെ കണ്ണട കാണുന്നില്ല, ഞാനെങ്ങനെ ഖുർആൻ ഓതും, ഞാനെങ്ങനെ ദിക്ർ ചൊല്ലുന്ന ഓരോരുത്തർ ചോദിക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയല്ലേ. അപ്പൊ 2-3 കണ്ണടൊക്കെ കയ്യിൽ കരുതേണ്ടി വരും. അതുപോലെ തന്നെ ചെരുപ്പ്, നല്ല ചെരുപ്പ് എടുത്തുകൊണ്ടാണ് ഉപയോഗിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടോ, കൊണ്ടുപോയിക്കോട്ടെ. അവർക്ക് വേണമെങ്കിൽ അവരെടുത്തോട്ടെ, നമ്മൾ ഇപ്പൊ വിചാരിച്ചാൽ മതി. അല്ലാതെ ആരടാ എന്റെ ചെരുപ്പ് എടുത്തോണ്ടേ എന്ന് പറഞ്ഞിട്ട് ചൂടായിട്ടൊന്നും കാര്യമില്ല. കാരണം ഓരോരുത്തർക്ക് എന്താണ് ആവശ്യം അത് അവർ ചെയ്തു പോകും. അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് ആരെയും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങോട്ട് പൊരുത്തപ്പെടുക. അതിന് 2-3 ചെരുപ്പൊക്കെ കയ്യില് കരുത. ഒന്ന് പോയാലും സാരമില്ല, അടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് 2-3 ചെരുപ്പ് കയ്യിൽ കരുതിക്കോ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നല്ല കൂളിംഗ് ഗ്ലാസ് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് ധരിക്കലില്ലല്ലോ. വയസ്സായ ഉമ്മമാരാകെ കണ്ണിന് ഒരു തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്താൽ കാണാൻ കുറെ ആള് കറുത്ത കണ്ണട ഇങ്ങനെ ധരിക്കണം. അപ്പൊ തന്നെ അറിയാം കണ്ണിനെന്തോ ഒരു ഓപ്പറേഷൻ നടന്നിനെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല കറുത്ത കണ്ണട വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹമില്ല അങ്ങനെ കണ്ണടൊക്കെ വെച്ച് സ്റ്റൈലാക്കാൻ. അപ്പൊ നിങ്ങള് അത് നല്ല അവസരമാണ്. നിങ്ങൾ നല്ല ചൂടുള്ള സമയത്ത് നല്ല കറുത്ത കണ്ണട അത് കണ്ണിലിങ്ങനെ ഇട്ടുകൊടുത്താൽ മാഷാ അല്ലാഹ്, പിന്നെ നിങ്ങൾക്ക് ചൂടിന്റെ കാഠിന്യം അറിയില്ല. ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ റിഫ്ലക്ഷൻ ഉണ്ടാവും, സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ. അത് കാരണം കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണ് താഴോട്ടും നോക്കാൻ കഴിയില്ല, മുകളോട്ടും നോക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. നടന്നു പോകുമ്പോ നല്ല ചൂട്, ഈ ചൂട് കണ്ണിന് തട്ടുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര ചൂടിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നല്ല കറുത്ത കണ്ണട അതൊന്ന് കുറച്ച് പൈസ അതിന് ചെലവായാലും ഏതായാലും ഹജ്ജിന് പൈസ ചെലവാക്കല്ലേ. അപ്പൊ നല്ലൊരു കണ്ണട വാങ്ങിക്കത്. ലോക്കല് വാങ്ങാൻ നിൽക്കണ്ട, ആ കുട്ടികൾ വാങ്ങുന്ന 10 രൂപന്റെ കണ്ണട വാങ്ങാൻ നിൽക്കണ്ട. നല്ല കണ്ണട വാങ്ങിക്കുക. നല്ല ഒരു കുറച്ച് പൈസ ചെലവാക്കിയിട്ട് നല്ല ഉഷാറുള്ളൊരു കണ്ണട വാങ്ങിക്കും. അത് പിന്നീട് വന്നിട്ട് മക്കൾക്കായി കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് നന്നാ നമ്മളെടുത്തോളാം, അന്നോടെ പ്രശ്നമല്ല. പറയണത് നിങ്ങൾ നല്ലൊരു കറുത്ത കണ്ണട ഉപയോഗിക്കണം. നല്ല കറുത്ത കണ്ണട അതങ്ങോട്ട് കണ്ണിനിട്ട് കൊടുത്ത് നടക്കുക. ഉമ്മമാരൊക്കെ ഇങ്ങനെ നടക്കുക. അപ്പൊ ഉഷാറായി. അയ്യവാ എന്താ അതിന്റെ രസം. അപ്പൊ ഇങ്ങനെ വെയിലും കൊള്ളൂല, വെയിലിന്റെ ചൂടും അറിയില്ല. ഇത് കാണുന്നില്ല, ഓരോരോ പാകിസ്ഥാന്, അതുപോലെ ഇറാന്, അതുപോലെ തന്നെ അപ്പുറത്തെ നാടുകളിൽ നിന്ന് വന്നവരൊക്കെ, നല്ല നല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന വയസ്സായ ഉമ്മമാരൊക്കെ ഇങ്ങനെ കറുത്ത കണ്ണടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ ഇതൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. പണ്ട് വാങ്ങുമ്പോൾ 2-3 കണ്ണടൊക്കെ വാങ്ങിക്കോ. നല്ല കണ്ണട, ഈ കണ്ണിന് കേടില്ലാത്ത കണ്ണട വാങ്ങിയാൽ മതി. അത് ഇട്ട് നടന്നോ ഫുള്ള് അറഫ മിനയിലോ അറഫയിലോ മുസ്ദലിഫയിലോ ഒക്കെ ഈ കണ്ണടിട്ട് ഇങ്ങനെ നടന്നാൽ മതി. എന്താ വേറൊരു ഗുണമുണ്ട്, വേറെ അന്യപുരുഷന്മാരെ കണ്ണുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കണ്ടു എന്നുള്ള അതൊരു ഉണ്ടാവൂല. കണ്ണിന് ഫുള്ള് കറുത്തല്ലേ, പിന്നെ ആരെ കണ്ടിട്ട് എന്താ കാര്യം. അതുകൊണ്ട് അതൊക്കെ നന്നായി എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ് എന്ന കാര്യം കൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഞാൻ
അടിവരയിട്ടൊരു കാര്യം പറയണത്, ഹജ്ജില് വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജില് തർക്കവിതർക്കങ്ങൾ പാടില്ല, തെറ്റുകൾ ചെയ്യാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല. വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് പൊളിഞ്ഞു പോകും. ഹറാമുകളിലേക്ക് ശ്രദ്ധിക്കുക, ഹറാമ് കാണുക, ഹറാമുമായി ബന്ധപ്പെടുക പാടില്ല. അതുപോലെ തന്നെ ചീത്ത വിളിക്കാൻ പാടില്ല, അന്നെ കുറ്റം പറയാൻ പാടില്ല, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനില്ല. അവിടെ നമ്മൾ പോയത് തർക്കവിധങ്ങൾ. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്കങ്ങൾ പാടേയില്ല. അപ്പുറത്തെ പെണ്ണുങ്ങൾ ഇപ്പുറത്തെ പെണ്ണുങ്ങൾ. ഞാൻ ഈ കൂട്ടം കൂടി പോകുന്ന പരിപാടിന് എനിക്ക് ഇഷ്ടമല്ല. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അയൽവാസി പെണ്ണുങ്ങൾ ഹജ്ജിന് പോകുന്നത്, അങ്ങനെ പോകാൻ പാടില്ല എന്ന് ഞാൻ പറയാം. കാരണം ഇവർക്ക് അവിടെയും പോയിട്ട് ഈ സംസാരം, ഈ അയൽബക്കത്തെ അപ്പുറത്തെ നഫീസാന്റെ ഖദീജാന്റെ കഥ പറയാ. പിന്നെ ഹജ്ജിന് പോയിട്ട്, ഹജ്ജിന് പോയ എന്തിനാ? വേറെ ആളെ കുറ്റം പറയാനും ഗീബത്ത് പറയാനും നല്ലല്ലോ. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ വേറെ ആരും ഒരു പരിചയമില്ലാത്തവരുണ്ടായ അത്ര നല്ലതാ എന്നതാണ് പറയാനുള്ളത്. പിന്നെ 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 ഒരു 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 ടീം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ടീമാണ്. ശ്രദ്ധിക്കാൻ ആരുമില്ല, സ്ത്രീകൾ മാത്രമാണ് ഒരു ബിൽഡിങ്ങിൽ താമസം. പല ആളുകളും നമ്മുടെ അടുക്കലേക്ക് വരും ഫിത്ന ഉണ്ടാക്കാൻ. ചോദിക്കാണ്, നിങ്ങക്കെന്താ പള്ളിക്ക് പോയിക്കൂടെ? എന്താ പള്ളി പോയി നിസ്കരിച്ചൂടെ? എന്താ പള്ളിയിൽ പോയാ കുഴപ്പോ എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുക. നിങ്ങൾ മക്കത്ത് പോയിട്ട് പള്ളി നല്ലേ നിസ്കരിക്കണത്? വലിയ ഫിത്നക്കാരവിടെ ഉണ്ടാവും. വളരെ വ്യക്തമായി പറയാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞത് നിസ്കരിക്കാൻ സ്ത്രീകളോട് പറഞ്ഞത് വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് നിസ്കാരത്തിന് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഹറമിലേക്കും ഒരു പള്ളിയിലേക്കും നിങ്ങൾ പോകണ്ട. അങ്ങനെ അള്ളാന്റെ ദീന് പഠിപ്പിച്ചിട്ടില്ല. ആയിഷ ഉമ്മ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് പള്ളിയിലേക്ക് ഞാൻ പോയി നിസ്കരിക്കാൻ എന്ന് പറയുന്ന ഒരു ഹദീസ് പോലും ആയിഷ ഉമ്മാന്റേതായി നമുക്ക് തെളിയിക്കാൻ പറ്റൂല, ഒരാൾക്ക് തെളിയിക്കാൻ പറ്റൂല. തൊട്ടടുത്ത് പള്ളിയുണ്ട്. ഞാൻ മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് ആയിഷ ഉമ്മ എല്ലാ വിഷയവും പറഞ്ഞ ആയിഷ ഉമ്മ, എല്ലാ വിഷയവും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആയിഷ ഉമ്മ അത് പറഞ്ഞിട്ടില്ല. ഹേയ്, ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവും, ഫിത്നയാക്കാൻ കുറെ ആളുകൾ വരും. പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ് ഇവർ വരിക. എന്നിട്ട് ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കും. നിങ്ങളെ റൂമിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. ഹറമിൽ നിന്ന് എവിടെ വെച്ച് നിസ്കരിച്ചാലും ഒരു റക്അത്തിന് 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അതേസമയത്ത് നിങ്ങൾ തവാഫിന് വേണ്ടി നിങ്ങൾ മക്കത്തെ ഹറമിലെ കഅബന്റെ അടുത്തേക്ക് പോയി, അപ്പൊ ചിലപ്പോ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്ന സമയമായി, അപ്പൊ നിങ്ങൾ സ്ത്രീകൾ മാത്രം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കയറി നിസ്കരിച്ചു എന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് നിങ്ങളെ റൂമിൽ നിന്ന് നിങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്ത പള്ളിയിലേക്കോ പള്ളിയിലേക്കോ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ പോകരുത്. തവാഫിന് വേണ്ടി പോയിക്കോ, ഉംറയ്ക്ക് വേണ്ടി പോയിക്കോ. ആര് ഫിത്നയാക്കാൻ വേണ്ടി വന്നാലും നിങ്ങൾ അവരുടെ ഫിത്നയിൽ ഏർപ്പെടരുത്, പെട്ടുപോകരുത് എന്ന് എല്ലാ സ്ത്രീകളോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാഹ് ദിവസങ്ങളിൽ നമുക്ക് പറയാലോ, ചില കാര്യങ്ങളൊക്കെ പറയാൻ. ഇന്ന് സമയം ഇപ്പൊ തന്നെ 9:06. ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. 9 മണിയാ.